വിദേശത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ ചപ്പാത്തിക്കട നടത്തി വിജയം വരിച്ച വനിതാ സംരംഭകയാണ് ഇന്ന് 24 സ്ത്രീയിലൂടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. തിരുവനന്തപുരം സ്വദേശി ഹിമ മണികണ്ഠൻ എന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് ഈ സംരംഭക. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും MBAയും പൂർത്തിയാക്കി 5 വർഷം ഓസ്ട്രേലിയയിൽ ജോലി ചെയ്തു. ഇതെല്ലാം ഉപേക്ഷിച്ച് ഹിമ എന്തിനാണ് ചപ്പാത്തിക്കട നടത്തുന്നതെന്ന് ചോദിച്ചാൽ കാരണം മറ്റൊന്നുമല്ല, പഠിച്ച വിഷയത്തിൽ ജോലി ചെയ്യുക എന്ന പരമ്പരാഗത രീതിക്കപ്പുറം സ്വന്തമായി എന്തെങ്കിലും ചെയ്യുക എന്നതുതന്നെ. ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാലേ കിട്ടുന്നതിനേക്കാൾ സന്തോഷമാണ് ഈ ഇത്തരം രീതിയിലുള്ളൊരു കാര്യം ചെയ്യാന്നുള്ളത്. നമുക്ക് നമ്മുടെ പാഷനെ ഫോളോ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഓരോ ദിവസവും ഫ്രഷ് ആയിട്ട് നമ്മുടെ ഫീൽഡിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും, പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയാണ് ചെയ്യുന്നതെങ്കിൽ. ചപ്പാത്തി കാസ എന്നാണ് ഹിമയുടെ കടയുടെ പേര്. വിവിധ തരത്തിലുള്ള ചപ്പാത്തികളും കളിമണ്ണിൽ ചുട്ടെടുത്ത ചിക്കനുമാണ് പ്രധാന വിഭവം. ഓർഡർ അനുസരിച്ച് ഇത് വീടുകളിൽ എത്തിച്ചു നൽകും. നാടൻ കുറേ ഇലകളൊക്കെ ഉണ്ട്, ഇലകൾ, പിന്നെ മെഡിസിനൽ വാല്യൂ ഉള്ള കുറേ ഫ്രൂട്ട്സ്, പിന്നെ പച്ചക്കറികളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തീസ് ആൾക്കാർക്ക് കൊടുക്കുക. പിന്നെ ഈ ചിക്കനിൽ തന്നെ ക്ലേ ബേക്ക്ഡ് ചിക്കൻ, സാൽമൺ, പിന്നെ ഡക്കൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യാനുള്ള മനോഭാവമുണ്ടെങ്കിൽ സ്ത്രീ സംരംഭകർക്ക് അവസരമുള്ള മണ്ണാണ് നമ്മുടേതെന്ന് ഹിമ ഉറപ്പിച്ചു പറയുന്നു. 24 തിരുവനന്തപുരം. സ്വാഗതം ചെയ്യാം ഹിമയെ 24 സ്ത്രീയിലേക്ക്. സ്വാഗതം ഹിമ. ഹിമ ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്, MBA പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ഇതെല്ലാം ഉപേക്ഷിച്ച് ചപ്പാത്തിയിലേക്ക് എങ്ങനെയാണ് വന്നത്? ഞാൻ 2011 BTech ശരിക്കും പാസ്സാവുന്നത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് എടുത്തത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 1 വർഷം വർക്ക് ചെയ്തു. അതിനുശേഷം വിവാഹമൊക്കെ കഴിഞ്ഞു. പിന്നെ MBA ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനൊരു താല്പര്യം ഉണ്ടായി. അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് അങ്ങോട്ട് പോകുമായിരുന്നു. അവിടെ MBA ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിനിൽ 2 വർഷം ഫുൾ ടൈം സ്റ്റഡി. അതിനൊപ്പം തന്നെ പാർട്ട് ടൈം ജോലി. അവിടുത്തെ ഒരു സിസ്റ്റം അങ്ങനെയാണ്, പാർട്ട് ടൈം ജോലിയാണ്. ഇവിടെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഫുൾ ടൈം പഠിച്ചുകൊണ്ടിരിക്കുക എന്നൊരു സിസ്റ്റം. അവിടെ വിദേശത്തെന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം പാർട്ട് ടൈം ജോലി എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അപ്പം സ്വാഭാവികമായിട്ട് എനിക്ക് കുക്കിങ്ങിനോടൊരു താല്പര്യമുണ്ട്. അപ്പോൾ പാർട്ട് ടൈം ജോലി ചൂസ് ചെയ്തപ്പോഴും അങ്ങനെ റെസ്റ്റോറൻറ്റ് ജോലിയാണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്. തുടക്കം മുതൽ ഞാൻ ഒരു 5-5.5 വർഷത്തോളം ഓസ്ട്രേലിയയിലുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ടൈം ഞാൻ ചെയ്തിരുന്ന റെസ്റ്റോറൻറ്റ് ജോലികൾ തന്നെയായിരുന്നു. രാവിലെ പഠനം, രാത്രി അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഫ്രീ ടൈം ഒക്കെ വർക്ക് ചെയ്തിരുന്നത് അങ്ങനെയുള്ള മേഖലയിലാണ്. കുക്കിംഗ് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം അതൊരു ജോലിയായിട്ടോ അല്ലെങ്കിൽ അതൊരു വലിയൊരു ബേർഡനായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല. പഠനം തീരുന്നവരെയും പിന്നെ ഫുൾ ടൈം ജോലി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ കിട്ടിയിട്ടും ഈ പറയുന്ന പാർട്ട് ടൈം ജോലി ഞാൻ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. അത് ഇതിനോടുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ്. അപ്പോൾ പിന്നെ നാട്ടിലേക്ക് വരുന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ മോൻ ജനിച്ചത് അവിടെയാണ്. അപ്പം മോന് കുറച്ചുകൂടെ അറ്റൻഷൻ നാട്ടിലായിരിക്കുമെന്ന് തോന്നി. അത് 2 പേർക്കും, എനിക്കും ഹസ്ബൻഡിനും ഒരുമിച്ച് ജോലിക്ക് പോകാൻ പറ്റില്ല, മോനെ നോക്കണം. നമ്മുടെ നാട്ടിലുള്ള പോലെ ഒരു കെയർ ടേക്കർ അങ്ങനെയൊന്നും നോക്കാനൊരു സൗകര്യമൊന്നും ഓസ്ട്രേലിയയിലില്ല. അത് അഫോർഡബിളും അല്ല നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നാട്ടിലേക്ക് സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചത്. മാത്രമല്ല എൻ്റെ ഒരു ബേസിക്കലായിട്ടുള്ള നേച്ചർ എന്ന് പറയുന്നത് ഞാൻ ശരിക്കും ഒരു നാട്ടിൻപുറത്തുകാരിയാണ്. നാട്ടിൽ ഒരു 5 മിനിറ്റ് ബസ്സിൽ പോയാൽ സ്കൂളിലെത്തുക, കോളേജിലും അതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് യാത്ര ചെയ്താൽ മാത്രം എത്തുന്ന വളരെ അടുത്ത്. അപ്പോൾ സ്കൂള്, കോളേജ്, വീട് എന്ന് പറയുന്ന ഒരു ക്ലോസ് സർക്കിളിൽ ജീവിച്ച ഒരാളാണ് ഞാൻ. തനി നാട്ടിൻപുറത്തുകാരിയാണ് ഞാൻ. അപ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് ഓസ്ട്രേലിയയിലുള്ളൊരു പറിച്ചു നടലെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. അപ്പോൾ അപ്പോൾ എനിക്ക് അവിടുത്തെ മെക്കാനിക്കൽ ലൈഫ് ഞാൻ അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള തീരുമാനം വളരെ പോസിറ്റീവായിട്ടാണ് തോന്നിയത്. അപ്പോൾ അങ്ങനെ നാട്ടിലോട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണമെന്ന് തോന്നി. അപ്പം എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ പാഷനേറ്റായിട്ട് ചെയ്യുന്ന കാര്യം ഫുഡിൻ്റെ മേഖലയിലായതുകൊണ്ട് അത് തിരഞ്ഞെടുത്തു. അപ്പോൾ എന്തുകൊണ്ട് ചപ്പാത്തി എന്നുള്ളതല്ല എൻ്റെത്, ഞാൻ ആ ഒരു ആശയത്തിൽ അതൊരു ഹെൽത്തി ഫുഡ് എന്നുള്ള കൺസെപ്റ്റാണ് ഞാൻ ആദ്യം അത് ഫോം ചെയ്തത്. അതായത് നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള കിട്ടുന്ന ഫുഡിൻ്റെ ഗുണനിലവാരവും അല്ലെങ്കിൽ ഇവിടെ ഹോട്ടൽസിലും റെസ്റ്റോറൻറ്റ്സിലും ഉണ്ടാകുന്ന
കൊള്ളരുതായ്മകളും അല്ലെങ്കിൽ മൂല്യച്യുതിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒളിഞ്ഞും മറിഞ്ഞും ഒക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും കണ്ടില്ലെന്ന് നടിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അതിനൊരു മാറ്റം, എൻ്റെ ചപ്പാത്തി കാസയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫുഡ് എനിക്ക് മിനിമം ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മോനോ എൻ്റെ അമ്മയ്ക്കോ എൻ്റെ ഹസ്ബൻഡിനോ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് എന്ത് ക്വാളിറ്റിയിലാണോ അല്ലെങ്കിൽ എന്തുമാത്രം കരുതലോടെയാണോ ഞാൻ ഉണ്ടാക്കുന്നത് അതുപോലെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു എന്നുള്ളതാണ് അതിനുള്ള രീതി. അതിനുള്ളൊരു ഹിമ, ഒരുപാട് പേര് നാട്ടിൽ നിന്ന് ഒരുപക്ഷെ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണല്ലോ ഓസ്ട്രേലിയ. അവിടെ നിന്നാണ് ഇപ്പോൾ ഹിമ MBA പഠിച്ചിരുന്നത്. ഹിമയ്ക്ക് കുക്കിങ്ങിനോട് നല്ല താല്പര്യം ഉണ്ടെന്ന് ഹിമ ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് MBA പഠിച്ചത്, ഹോം സയൻസിന് പോവാതെ? അല്ല ഞാൻ ബേസിക്കലി എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ബിസിനസ് ഫാമിലിയാണ്. അമ്മയും അച്ഛനും ഇപ്പം ബ്രദറും ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും ബിസിനസ് ഫീൽഡിൽ തന്നെയാണ്. ഒരു 30 വർഷത്തോളം ബിസിനസ് ചെയ്ത് പാരമ്പര്യമുള്ള ഫാമിലിയാണ്. അപ്പം ബേസിക്കലി ബിസിനസ്സിനോട് എനിക്ക് താല്പര്യമാണ്. അപ്പം എപ്പോഴെങ്കിലും ഒരു ബിസിനസ് മേഖലയിലോട്ട് ഞാൻ ഇപ്പോഴത്തെ എൻ്റെ സ്ഥിതിയിൽ അങ്ങനെ ഒന്നും പറയാറായിട്ടില്ലെന്ന് എനിക്കറിയാം. ആ ബോധ്യം എനിക്കുണ്ട്. എങ്കിൽ പോലും അങ്ങനെ ഒരു രീതിയിലോട്ട് വരണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ബിസിനസ് ഓപ്റ്റ് ചെയ്തത്. പിന്നെ അവർ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഓയിൽ പ്രൊഡക്ഷനും തേങ്ങ കൊപ്ര അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് MBA ചൂസ് ചെയ്തതേ ഉള്ളൂ. ഹിമ ഫ്ലേവേർഡ് ചപ്പാത്തിയാണ് നൽകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഫ്ലേവേർഡ് ചപ്പാത്തിയിലേക്കൊക്കെ എത്തിയത്? അതായത് ബേസിക്കലി അതിനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ ആദ്യം നമ്മുടെ വീട്ടുകാരെയാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ എൻ്റെ മോനായാലും എൻ്റെ ഹസ്ബൻഡായാലും, എൻ്റെ ഹസ്ബൻഡൊക്കെ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് കഴിക്കാറേ ഇല്ല. നമ്മുടെ ബോഡിക്കോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഹെൽത്തി ഫുഡ് എന്ന കൺസെപ്റ്റ് വന്നപ്പോൾ എനിക്കത് നന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ചപ്പാത്തിയിലാണെന്ന് എനിക്ക് തോന്നി. മാത്രമല്ല എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ എൻ്റെ മെഷീനറിയും ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഈ ചപ്പാത്തി പോലുള്ള സിമ്പിളായിട്ടുള്ള ഈ ഫുഡ് ഐറ്റത്തിലാണ്. ഒരു റെസ്റ്റോറൻറ്റോ മറ്റോ ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് മാനേജ് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു 5-6 വർഷത്തോളം എക്സ്പീരിയൻസ്ഡ് ആണ് ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ. എങ്കിൽ പോലും നാട്ടിൽ അതിനുള്ള എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. അപ്പോഴും വളരെ സിമ്പിളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം ഫ്ലേവേർഡ് ഇപ്പം നമ്മളിപ്പോൾ മെയിൻലി ചെയ്യുന്നത് ബീട്രൂട്ട്, ക്യാരറ്റ്, സ്പിനച്ച്, മസാല ചപ്പാത്തി ചെയ്യുന്നുണ്ട്, പിന്നെ മുരിങ്ങയില. ഇന്നിപ്പോൾ എൻ്റെ ഷോപ്പിൽ നിന്ന് ഞാൻ ഇപ്പോൾ വരുന്നതേ ഉള്ളൂ. അവിടെ മുക്കുറ്റി ചപ്പാത്തി, ഇന്ന് ചുമന്ന ചീരയുടെ ചപ്പാത്തിയാണ് ചെയ്യുന്നത്. അപ്പം സിമ്പിളായിട്ട് നമ്മുടെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് വെജിറ്റബിൾസ് അവരുടെ ഉള്ളിൽ പോകണമല്ലോ. അപ്പം ഇത് കളർഫുൾ ആകുമ്പോൾ അവർ കഴിക്കാനും ഇഷ്ടപ്പെടും. ഇതൊക്കെ പരീക്ഷിച്ച് നോക്കുന്നത് ഹിമ തന്നെയാണോ അതോ മറ്റ് ഷെഫിന്റെ ഒക്കെ സഹായം തേടാറുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഇതിൻ്റെ ഐഡിയയും റെസിപ്പിയും ഒക്കെ ഞാൻ തന്നെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. അത് ശരി. ഹിമയുടെ കടയുടെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ അറിഞ്ഞത് അവിടെ നിങ്ങൾ തന്നെ പൊടിക്കുന്ന ഗോതമ്പാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ മറ്റ് ധാന്യങ്ങളുമെല്ലാം അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ്. അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഞാൻ ഒരു സുപ്രഭാതത്തിൽ ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡിനോട് മോഹം തോന്നി വന്ന ആളൊന്നുമല്ല ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓസ്ട്രേലിയയിൽ ഒരു 5-6 വർഷം എന്ന് പറയുന്നത് ഈ പറയുന്ന റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതിൻ്റെ നല്ലതും ചീത്തയുമായിട്ടുള്ള വശങ്ങൾ നേരിട്ട് കണ്ടും നേരിട്ട് ബോധ്യപ്പെട്ടതുമാണ് എനിക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സംവിധാനം വരുമ്പോൾ അത് എന്താകാൻ പാടില്ല, അവിടെ എന്ത് സെർവ് ചെയ്യാൻ പാടില്ല എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ഈ കാര്യങ്ങൾ ഞാൻ അതിനകത്തോട് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. എൻ്റെ കുഞ്ഞ് സംരംഭത്തിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന ഗോതമ്പ് എന്ന് പറയുന്നത് ഞാൻ വാങ്ങി ഞങ്ങൾ വാഷ് ചെയ്ത് അത് പൊടിപ്പിച്ചെടുക്കുന്ന ഗോതമ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. മസാല വീട്ടിൽ ഉപയോഗിക്കുന്ന അതിനകത്ത് ക്ലേ ബേക്ക് ചിക്കനകത്ത് ഉപയോഗിക്കുന്ന മസാലകളെല്ലാം അതുപോലെ തന്നെയാണ് വീട്ടിൽ വാങ്ങി പൊടിപ്പിച്ച് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അത് ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് സെർവ് ചെയ്യുന്നത് അതുപോലെ അതേ രീതി തന്നെയാണ് നമ്മൾ ഈ വരുന്ന കസ്റ്റമേഴ്സിനും കൊടുക്കുന്നത്. ഹിമ, ഇതിന് ഒരുപാട് സമയം ആവശ്യമില്ലേ? കാരണം ഗോതമ്പും അതുപോലെ മറ്റ് സാധനങ്ങളും ഒക്കെ മേടിച്ച് തനിയെ പൊടിപ്പിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ലാഭം നോക്കുന്നതിനേക്കാളും അതായത് ചപ്പാത്തിക്ക് എത്രത്തോളം ഗുണമേന്മ ഉറപ്പുവരുത്താം എന്ന് മാത്രമാണ് ഹിമ ശ്രദ്ധിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഉദ്ദേശം. എനിക്ക് ഇതിനോട് തീർച്ചയായിട്ടും ഇതിൽ നിന്നൊരു ഉപജീവന മാർഗ്ഗം എനിക്ക് ഉണ്ടാവണം, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇത്ര റിസ്ക് എടുക്കില്ലല്ലോ. പക്ഷെ അതിനപ്പുറം നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട്, നല്ല ഭക്ഷണ സംസ്കാരം എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പം എനിക്ക് എൻ്റെ ഈ കുഞ്ഞു സംവിധാനത്തിലൂടെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റേഷൻ എന്താണെന്ന് എനിക്കറിയാം. ഒരു വീട്ടമ്മയുടെയും ഒരു അമ്മയുടെയും ഒരു ഭാര്യയുടെയും ഒക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. ഇതുകൊണ്ട് ട്രിവാൻഡ്രം മുഴുക്കെ അല്ലെങ്കിൽ
എന്താണ് കേരളം മുഴുക്കെ ഒരു നല്ല ഭക്ഷണ സംസ്കാരം അങ്ങ് വാരി വിതറാമെന്നുള്ള വ്യാമോഹമൊന്നും എനിക്കില്ല. അതിനെക്കുറിച്ചുള്ള ബോധ്യമൊക്കെ എനിക്കുണ്ട്. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ പോലെ ഈ പൊടിക്കുന്നത് ഒരുപാട് അധ്വാനമുണ്ട് ഇതിൻ്റെ പുറകിൽ. പിന്നെ ലാഭം എന്ന് പറയുന്നത് വളരെ കുഞ്ഞാണ്. അതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിനകത്ത് ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഗോതമ്പിൽ തവിട് നമ്മൾ കളയാതാണ് ഉണ്ടാക്കുന്നത്. വിദേശങ്ങളിലൊക്കെ നമുക്കറിയാം, വിദേശത്ത് താമസിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, ഹോൾമീൽ ചപ്പാത്തി, ഹോൾമീൽ റൊട്ടി എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന സാധനമാണ്. അത് ഈ പറയുന്ന പോലെ തവിട് ഒഴിവാക്കാതെ, തവിട് കളയാതെ ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ്. അത് നോർമൽ ചപ്പാത്തി പോലെ ആയിരിക്കത്തില്ല, കുറച്ച് തിക്കായിരിക്കും, കുറച്ച് ഹാർഡായിരിക്കും. നമുക്കറിയാം നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടുന്ന ചപ്പാത്തി എന്ന് പറയുന്നത് ആഴ്ചകളോളം നമുക്ക് ഷെൽഫിൽ വെക്കാൻ പറ്റും. അത് മാത്രമല്ല ഈ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റും ആയിരിക്കും. മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ചപ്പാത്തിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ചപ്പാത്തി കാസിൽ നിന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന ചപ്പാത്തി അങ്ങനെയൊന്നുമില്ല. ഒരു 6 മണിക്കൂറാണ് അതിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ അത് കൺസ്യൂം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഹാർഡാവും. ഈ പറയുന്ന പോലെ തിക്കുമാണ് ഈ സാധനം എന്ന് പറയുന്നത്, ചപ്പാത്തി എന്ന് പറയുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ളവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ചൊന്നും എന്താണ് എല്ലാവരും നല്ല അഭിപ്രായം അങ്ങനെയൊന്നുമല്ല. ഇഷ്ടപ്പെടുന്നവരുണ്ട്, സെയിം ടൈം അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരുമുണ്ട്. അത് ഈ പറയുന്ന ആ പ്രോസസ്സിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ ഹെൽത്തി ആണെന്നുള്ളൊരു ഉറപ്പ് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. എൻ്റെ ഫുഡൊന്നും ടേസ്റ്റി ആണെന്നുള്ള അവകാശവാദമൊന്നും എനിക്കില്ല. ഈ ഐഡിയ ഹിമയുടെ ആയിരുന്നോ? അതെ, തീർച്ചയായിട്ടും. അല്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഒരു പുതിയൊരു ഐഡിയ ആയിട്ട് വരിക. അത് എനിക്ക് ഉപയോഗപ്പെടും എന്നതിലുപരി അത് എന്താണ് മറ്റുള്ളവർക്കൊരു പ്രചോദനമാവുക. പിന്നെ എന്താണ് ആൾക്കാർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക. അല്ലെങ്കിൽ ഇതിൽ ഇൻസ്പയർഡ് ആയിട്ട് കുറേ അധികം പേര് ഈ മേഖലയിലോട്ട് വരണം, നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല ഭക്ഷണ സംസ്കാരം ഉണ്ടാവണം എന്നൊരു ചിന്തയും കൂടെ ഉണ്ട് ഇതിനകത്തോട്ട്. ഹിമ, മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ പലരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യാൻ ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഓസ്ട്രേലിയ. അവിടെ നിന്ന് നാട്ടിലേക്ക് എത്തി ഇത്തരം ഒരു ബിസിനസ് തുടങ്ങിയപ്പോൾ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു? അഫ്കോഴ്സ് അതൊക്കെ ഉണ്ടാവുമല്ലോ. കാര്യം എല്ലാ ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും നമ്മൾ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സർക്കിളിലുള്ള ആൾക്കാർ നമ്മളെ എന്താണ് ഒപ്പോസ് ചെയ്യും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, അവർക്ക് നമ്മളോടുള്ള താല്പര്യം കൊണ്ട് തന്നെയായിരിക്കും. കാര്യം എന്താണ് എല്ലാവരുടെയും, എൻ്റെ അമ്മയായാലും എൻ്റെ ഹസ്ബൻഡായാലും അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മറ്റ് മെമ്പേഴ്സ് ആയാലും എന്താണ് നമ്മൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ സുരക്ഷിതമായ ഒരു ലെവലിൽ ജീവിക്കുക, രാവിലെ പോയി വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളെയും ഹസ്ബൻഡിനെയൊക്കെ കെയർ ചെയ്ത് ജീവിക്കുന്ന ഒരു സാധാരണ ലൈഫ് എന്താണ് വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ലൈഫാണ് എല്ലാവരും നമുക്ക് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ കേസിലും അങ്ങനെയാണ് അവരെല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ ഭാഗ്യവശാൽ എൻ്റെ അമ്മ എന്നെ ഒപ്പോസ് ചെയ്തിട്ടില്ല. കാര്യം ഷി വാസ് ഇൻ ദ ബിസിനസ് ഫീൽഡ്. സോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഒപ്പോസിഷൻ അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അമ്മ പൂർണ്ണ സപ്പോർട്ടായിരുന്നു. ഹസ്ബൻഡും അതുപോലെ തന്നെ എന്താണ് എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അവരെ എന്താണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു എന്നുള്ളതിൽ കൺവിൻസ് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. പിന്നെ ഹസ്ബൻഡിന് പൂർണ്ണ സപ്പോർട്ടാണ്. കാര്യം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത് ഇപ്പം എന്താണ് ഒരു കുറച്ചുകൂടെ ഏജ്ഡ് ആയി കഴിഞ്ഞിട്ട് ഒരു റിസ്ക് എടുക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഇപ്പോൾ. അപ്പോൾ ഇനി എന്താണ് നാളെ ഇത് ആലോചിച്ചിട്ട് റിഗ്രറ്റ് ഒന്നും വേണ്ട, അപ്പോൾ ചെയ്യുവാണെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞ് പുള്ളി സപ്പോർട്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഷോപ്പിൽ നിൽക്കുന്നത്. അമ്മയാണ് ഞങ്ങൾക്ക് കോവളത്തിനടുത്ത് വേറൊരു യൂണിറ്റ് ഉണ്ട്. അവിടെയാണ് ഞങ്ങളുടെ ക്ലേ ബേക്ക് ചിക്കനും ബാക്കി കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ അവിടെയാണ്. വലിയ ഓവനൊക്കെ ഉള്ളത് അവിടെയാണ്. അപ്പോൾ അതെല്ലാം ചെയ്യാൻ സഹായിക്കുന്ന അമ്മയാണ് അവിടെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഷോപ്പിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാനാണ്. കൂടെ ഹെൽപ്പ് ചെയ്യാൻ ഹസ്ബൻഡ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള എതിർപ്പുകളാണ്. അത് ഞാൻ തൽക്കാലം കാര്യമാക്കി എടുക്കുന്നില്ല. തീർച്ചയായും. ഹിമയുടെ കടയുടെ മറ്റൊരു പ്രത്യേകതയായി കേട്ടിരുന്നത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നാണ്. എന്താണ് ഇതേക്കുറിച്ച് പറയുന്നത്? അതായത് അതിനകത്ത് മെയിൻലി 2 കൺസെപ്റ്റാണ് ഞാൻ അതിനകത്തോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതായത് സീഡ് പെൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതിൻ്റെ ഒരു ഉത്ഭവം പറയുവാണെങ്കിൽ ഞാനൊരു 6 മാസമായി ഈ ഷോപ്പായിട്ടല്ല, ഒരു ഹോം ഷെഫ് ലെവലിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ വീടിനോട് ചേർന്ന ഒരു കുഞ്ഞു യൂണിറ്റിൽ. അപ്പോൾ ഇതുപോലെ സിറ്റിയിൽ നിന്നും പുറത്തുനിന്നൊക്കെ വരുന്ന ഓർഡേഴ്സ് ഞാൻ എൻ്റെ 2 വീലറിലാണ് കൊണ്ടുപോയി കൊടുത്തുകൊണ്ടിരുന്നത് തുടക്ക സമയത്ത്. ഇപ്പോഴാണ് ഡെലിവറിക്കൊക്കെ പുറത്തുനിന്ന് ആളെയും നമ്മുടെ സ്റ്റാഫൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കസ്റ്റമറിന് കൊടുത്തപ്പോൾ ഈ നമ്മൾ കൊടുക്കുന്ന ചിക്കൻ എന്ന് പറഞ്ഞാൽ ക്ലേ കവേർഡായിട്ടാണ് കസ്റ്റമേഴ്സിൻ്റെ മുന്നിലെത്തുന്നത്. അത് ബ്രേക്ക് ചെയ്ത് കസ്റ്റമേഴ്സാണ് കഴിക്കുന്നത് അവരുടെ വീട്ടിൽ വെച്ച്.
അപ്പോൾ ഇത് ഒരു 2 കിലോളം വരുന്ന കളിമണ്ണും കൂടി ചേർത്താണ് നമ്മളത് കൊടുക്കുന്നത് അവിടെ അവർക്ക്. അപ്പോൾ ഇത് ഒത്തിരി മണ്ണ് വരും, കളിമണ്ണെന്ന് പറയുന്നത്. അപ്പോൾ കസ്റ്റമർ ഈ റിവ്യൂ ഒക്കെ ഇടും, ഫുഡ് ഗ്രൂപ്പിലൊക്കെ ആൾക്കാർ കഴിച്ചിട്ടൊക്കെ റിവ്യൂ ഇടും. അപ്പോൾ അദ്ദേഹം തമാശയായിട്ട് ഇട്ടതാണ്, ഒരു 2 കിലോളം മണ്ണുണ്ടായിരുന്നു ഇതിൻ്റെ ഒപ്പം, ഒരു വിത്തും കൂടെ ചെടിയും കൂടെ കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. അപ്പോൾ അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ആ ചെടി കൊടുക്കാം. പക്ഷേ ചെടി കൊടുക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വിത്ത് കൊടുത്താലോ എന്ന് ഞാൻ വിചാരിച്ചു, അത് കുറച്ച് എക്കോ ഫ്രണ്ട്ലിയും കൂടെ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ പെട്ടെന്ന് പിന്നെ അങ്ങനെയാണ് ഞാൻ അറിയുന്നത്, കിളിമാനൂർ രഞ്ജിനി എന്ന് പറയുന്നൊരു പെൺകുട്ടിയുണ്ട്. രഞ്ജിനി വീൽ ചെയറിലാണ്, നടക്കാനും ഒന്നും പറ്റില്ല. അപ്പം രഞ്ജിനി ചെയ്യുന്നത് കടലാസ് പേനകൾ ഉണ്ടാക്കി വിൽക്കുന്നത്, അതാണ് രഞ്ജിനിയുടെ വരുമാന മാർഗം എന്ന് പറയുന്നത്. അപ്പം രഞ്ജിനിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് സീഡ് പെൻ എന്ന ആ കൺസെപ്റ്റ് ഞാൻ ചപ്പാത്തി കാസയിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ സീഡ് പെൻ 25% മാത്രമേ അതിനകത്ത് പ്ലാസ്റ്റിക്കുള്ളൂ, ബാക്കിയെല്ലാം പേപ്പറിലാണ് ആ പേന ഉണ്ടാക്കുന്നത്. അതിനകത്ത് വിത്തുണ്ടാവും. അപ്പോൾ നമുക്ക് ഉപയോഗം കഴിഞ്ഞതിന് ശേഷം അത് വലിച്ചെറിയാം, അത് അവിടെ കിടന്ന ഒരു ചെടിയായോ മരമായിട്ടോ ഒക്കെ മാറും. നമ്മുടെ ഒരു പൊതുവായിട്ടുള്ള ശീലമാണല്ലോ യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് അതിനകത്തൊരു ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം 500 രൂപയ്ക്ക് മേലെ വാങ്ങിക്കുന്ന കോംബോ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സീഡ് പെൻ സൗജന്യമായിട്ട് കൊടുക്കുന്നു. അപ്പം അത് രഞ്ജിനിക്കും ഒരു സഹായമാവും, ഒപ്പം നമുക്കൊരു നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ഇതിനകത്തോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റും. അതുകൂടാതെ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കസ്റ്റമർ ലോയൽറ്റി കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് എല്ലാവരും പറയാറുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക. അത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ഉണ്ണുന്നവനും ഊട്ടുന്നവനും നമ്മളെല്ലാവരും കൂടെ വിചാരിച്ചാൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. അല്ലാതെ ഒരു വിഭാഗം ആൾക്കാർ മാത്രം വിചാരിച്ചെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്യാന്ന് വെച്ചാൽ കസ്റ്റമറുടെ ഒരു കോർഡിനേഷനും കൂടെ നമ്മുടെ ഒരു കോർഡിനേഷൻ അതിനകത്ത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമർ ലോയൽറ്റി കാർഡിൽ കസ്റ്റമർക്ക് അവരുടെ വീട്ടിൽ നിന്ന് കണ്ടെയ്നേഴ്സ് കൊണ്ടുവരാം. നമ്മുടെ പായസമോ അല്ലെങ്കിൽ കറിയോ മേടിക്കാനായിട്ട് അവർക്ക് കണ്ടെയ്നർ കൊണ്ടുവരാം. ഓരോ തവണയും അവർ കണ്ടെയ്നറാണ് കൊണ്ടുവന്ന് നമ്മുടെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നതെങ്കിൽ ഈ കാർഡിൽ നമ്മൾ സീൽ ചെയ്ത് കൊടുക്കും ഓരോ തവണ കൊണ്ടുവരുമ്പോഴും. അപ്പോൾ 10 തവണ അവർ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 11ാമത്തെ തവണ അവർക്ക് 50 രൂപയുടെ ഫുഡ് ഫ്രീ ആയിട്ട് നമ്മുടെ കൗണ്ടറിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇത് ഉദ്ദേശിച്ചത് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, കണ്ടെയ്നേഴ്സ് കൊണ്ടുവരിക, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക. അപ്പോൾ നമുക്കും പാക്കിംഗ് കോസ്റ്റ് കുറയ്ക്കും, സെയിം ടൈം നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയും. പിന്നെ അവരെ സംബന്ധിച്ച് ഫ്രീ ആയിട്ട് 50 റുപ്പീസിൻ്റെ ഫുഡ് പർച്ചേസ് ചെയ്യാനും പറ്റും. അപ്പം അങ്ങനെ ഒരു 2 കൺസെപ്റ്റാണ് ഇതിനകത്തോട്ട് മെയിൻലി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. മാക്സിമം പ്ലാസ്റ്റിക്കിന് ഉപയോഗം കുറച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഹിമ, അതുപോലെ തന്നെ ഹിമ ഇപ്പോൾ കേരളത്തിൽ തന്നെ ബിസിനസ്, ഓസ്ട്രേലിയയിൽ ജീവിച്ച് പരിചയമുണ്ട്, കേരളത്തിൽ ബിസിനസ് നടത്തുകയാണ്. ഹിമയുടെ ഒരു അഭിപ്രായത്തിൽ എത്രത്തോളം സ്ത്രീകൾക്ക് ബിസിനസ് നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേരളം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ സ്ത്രീയെ പുറകോട്ട് വലിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമാണ് പറയുന്നത്. ഒരുപക്ഷെ മറ്റു പലർക്കും ഫാമിലി പരമായിട്ട് എതിർപ്പുകളോ അല്ലെങ്കിൽ സോഷ്യലി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കാം. ഭാഗ്യവശാൽ എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഈ പറഞ്ഞ മാതിരി തുടക്കത്തിലും ഇപ്പോഴും ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ വേണ്ട, ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാം. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു സേഫ്റ്റിയാണ് എല്ലാവരും നോക്കുന്നത്. അതായത് റിസ്ക് ഒന്നും ഇല്ലാതെ കൺവെൻഷണൽ ആയിട്ടുള്ളൊരു ലൈഫ് ചൂസ് ചെയ്തിരുന്നെങ്കിൽ വേറെ റിസ്ക് ഒന്നും ഇല്ല എന്നുള്ള ഫാക്ടറാണ് അവരെ ഈ ഒപ്പോസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് അതിൻ്റെ പോസിറ്റീവ് സൈഡിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം മറ്റു പലർക്കും ചിലപ്പോൾ അത് അവരുടെ എതിർപ്പ് ചിലപ്പോൾ താങ്ങാൻ പറ്റാത്തത് കൊണ്ടാവായിരിക്കാം ഇങ്ങോട്ട് മുന്നോട്ട് വരാൻ പറ്റാത്തത്. പിന്നെ പലരും ഉണ്ട്, എനിക്കറിയാമെന്നുള്ള ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോൾ പലരും പരിചയപ്പെടുമ്പോഴും അറിയാം ഒരുപാട് പാഷൻ ഉള്ളിലുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്, അതും സമ്മതിക്കുന്നു. പക്ഷേ എൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. എൻ്റെ ഭാഗ്യമായിരിക്കാം. എല്ലാം പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് എനിക്ക് കിട്ടിയത്. ഈ പറഞ്ഞ പോലെ തുടക്കത്തിലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുള്ള വിമർശനങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം പോസിറ്റീവായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെയൊന്നും ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനു വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്. അപ്പോൾ നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ചെയ്യുന്നതിന് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അതിന് പേടിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ അതിനകത്തുനിന്ന് പിന്മാറേണ്ട കാര്യമോ ഇല്ല.
നമ്മളിൽ കോൺഫിഡൻ്റ് ആണെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പ്രോഡക്റ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ഐഡിയയിലോ നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ ഒരിക്കലും പുറകോട്ട് പോവേണ്ട കാര്യമില്ല. പിന്നെ ബാക്കിയുള്ളതെല്ലാം സ്വാഭാവികമായിട്ട് നമ്മുടെ ഒപ്പം വരും പോസിറ്റീവായിട്ട്. പിന്നെ വേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തരം സെയിം ഐഡിയ ഉള്ള അല്ലെങ്കിൽ സെയിം വിഷനുള്ള സെയിം പാഷനെ ഫോളോ ചെയ്യുന്ന കുറേ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് ചുറ്റപ്പെടുക, ആ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യുക. അത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ വരിക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ എൻ്റെ ഫാമിലിയിൽ ആരുമില്ല ഫുഡ് ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരാൾ. ഇതിൽ പൂർണ്ണമായിട്ട് എൻ്റെ ഒരു പാഷൻ, എൻ്റെ ഒരു താല്പര്യമാണ് ഈ ഫുഡ് ഇൻഡസ്ട്രിയിലോട്ട് ഞാൻ വരാൻ കാരണം. അപ്പം എന്നെ വേറൊരു വിധത്തിൽ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനകത്ത് ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, എങ്ങനെ ബിസിനസ് ചെയ്യണം, എങ്ങനെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാൻ എൻ്റെ ഫാമിലിയിൽ എനിക്ക് ആരുമില്ല. എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് പുള്ളിക്കാരൻ രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് വരുന്ന സിസ്റ്റത്തിൽ ജീവിച്ചും അങ്ങനെ താല്പര്യമുള്ള ആളുമാണ്. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ അമ്മയ്ക്കോ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഫുഡ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നെറ്റ്വർക്ക് ഫോം ചെയ്യാൻ, അല്ലെങ്കിൽ അവരുമായിട്ട് സൗഹൃദം ഉണ്ടാക്കുകയും അങ്ങനെ അത്തരം സഹായങ്ങൾ എനിക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ അറിയുന്ന ഒരു കൂട്ടം ആൾക്കാരുമായിട്ട് ചുറ്റപ്പെട്ടെന്ന് ചെയ്യുക. അത്തരം കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് സ്ത്രീയുടെ കാര്യത്തിലെന്ന് മാത്രമല്ല, പുരുഷന്മാരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഹിമ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇനിയും ഈ കടയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ബിസിനസ്സിലേക്ക് എന്തൊക്കെ കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവരാൻ ഹിമ താല്പര്യപ്പെടുന്നുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 6 മാസമായി തുടങ്ങിയിട്ട് ഹിമാസ് ചപ്പാത്തി കാസ എന്ന് പറയുന്ന സംരംഭം തുടങ്ങിയിട്ട് 6 മാസമായി. അത് ഈ പറയുന്ന പോലെ ഒരു ഹോം ഷെഫ് ലെവലിൽ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇപ്പോഴാണ് ഒരു 2 ആഴ്ച ആയിട്ടേ ഉള്ളൂ ഷോപ്പ് തൈക്കാട് ഓപ്പൺ ആയിട്ട്. അപ്പോൾ ഒരു ഷോപ്പ് ലെവലിൽ തുടങ്ങിയിട്ട് 2 ആഴ്ചയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിലുള്ള എല്ലാ പ്രോബ്ലംസ് എനിക്കുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ മെയിൻലി നമ്മൾ ഫ്ലേവേർഡ് ചപ്പാത്തീസ്, പിന്നെ ക്ലേ ബേക്ക്ഡ് ചിക്കൻ, ഡക്ക്, സാൽമൺ, മറ്റ് ഫിഷ്, ഇത്തരം സാധനങ്ങളാണ് നിലവിൽ ചെയ്യുന്നത്. അപ്പം എനിക്കെന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ ഈ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറേ കൂടി വെറൈറ്റീസ് കൊണ്ടുവരിക, ഹെൽത്തി ഫുഡ് എന്ന കുറേ കൂടി ഓപ്ഷൻസ് കൊണ്ടുവരിക, ആൾക്കാരിലേക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊണ്ടുവരിക, പഴയ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട്, അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതൊക്കെയാണ് എൻ്റെ ഒരു എല്ലാവിധ ആശംസകളും ഹിമയ്ക്ക് നേരുകയാണ്. സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രം ഇടപെടുകയാണ്. ഹിമ മുൻപ് സൂചിപ്പിച്ചതുപോലെ ചെറിയ കാര്യങ്ങളാണ് ഹിമ ചെയ്യുന്നത് എന്ന് ഹിമയ്ക്ക് തോന്നുന്നുണ്ടെങ്കിലും ഈ ചെറിയ കാര്യങ്ങളാണ് പിന്നീട് വലിയ മാറ്റത്തിലേക്ക് വഴിവെക്കുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സ്ത്രീ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം 100 ന്യൂസ് കാണാം. നമസ്കാരം. Watching 24 from News Head.